ഈ ഇന്ത്യയും അല്ലെങ്കിൽ 4 ദിവസവുമായിട്ട് പാകിസ്ഥാനുമായിട്ട് നടന്ന യുദ്ധത്തിന് ശേഷം പല കൗതുകങ്ങളും സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്ത്യ സാമ്പത്തികമായിട്ട് വളർച്ചയിലേക്ക് പോകുന്നു, അല്ലെങ്കിൽ ഫോറിൻ റിസർവ് ഫണ്ടിന്റെ കാര്യത്തിൽ, അതുപോലെ തന്നെ പല കാര്യത്തിനകത്ത് ഇപ്പം യുദ്ധാവശിഷ്ടങ്ങൾ ഞങ്ങൾക്ക് തരണേ എന്ന് പറഞ്ഞുകൊണ്ട് അമേരിക്ക ഉൾപ്പെടെ ഫൈവ് ഐസ് എന്ന് പറയുന്ന രാജ്യങ്ങൾ ഉൾപ്പെടെ, ഫ്രാൻസ് ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ, ജപ്പാൻ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ നമ്മളെ സമീപിച്ചിരിക്കുന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇതിനകത്ത് വലിയൊരു കാര്യമുണ്ട്. കാരണം ലോകത്ത് യുദ്ധം വളരെ കാലം കൊണ്ട്, അല്ലെങ്കിൽ ഇപ്പൊ പറയുന്ന ഇസ്രായേലും ആ, ആ മിഡിൽ ഈസ്റ്റ് നടക്കുന്നുണ്ട്, റഷ്യയും യുക്രൈൻ തമ്മിൽ നടക്കുന്നുണ്ട്. അപ്പം ലോകത്തുടനീളം ഒരു, അല്ലെങ്കിൽ ആൾക്കാർ അത്ഭുതപ്പെട്ടുകൊണ്ടിരുന്ന, അല്ലെങ്കിൽ അത്ഭുതത്തോട് കണ്ടുകൊണ്ടിരുന്ന രാജ്യങ്ങൾ, അല്ലെങ്കിൽ ഞങ്ങളിപ്പോ സാധിക്കും, ഞങ്ങളാണ് ലോകത്തിലെ ഏറ്റവും വലിയ ആൾക്കാരെന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്ന, അത് ഡ്രോണിന്റെ കാര്യത്തിൽ തുർക്കിയും, യുദ്ധോപകരണങ്ങളുടെ കാര്യത്തിൽ അമേരിക്കയും റഷ്യയും വെല്ലുന്ന സാങ്കേതിക വിദ്യ ഞങ്ങളുടെ കയ്യിലാണ് ഉള്ളത്, ഞങ്ങളുടെ കയ്യിലുള്ള ആയുധങ്ങൾ വലിയ വലിപ്പത്തിലുള്ളതാണെന്ന് പറഞ്ഞിട്ട് പല രീതിയിലുള്ള ആയുധങ്ങൾ ലോകത്തിന്റെ മുമ്പിൽ അവതരിപ്പിക്കുകയും, ഒരുപക്ഷെ ചൈനയുടെ, അല്ലെങ്കിൽ ചൈനയുടെ ഈ മുന്നേറ്റം പ്രതിരോധ സംവിധാനത്തിൽ അവർ വിശ്വസിക്കുന്ന കാര്യങ്ങൾ ശരിയാണ്, അവരുടെ പരീക്ഷണങ്ങളിൽ കൂടി അവർ കാണിക്കുന്ന മികവ് ഒരുപക്ഷെ അവരുടെ യുദ്ധോപകരണത്തിലും പ്രതിരോധ സംവിധാനത്തിലും ഒക്കെ കാണും എന്ന് കണ്ട് വളരെ കൂടുതലായിട്ടുള്ള ആൾക്കാർ ഇവരുടെ യുദ്ധോപകരണങ്ങൾ മേടിച്ചിട്ടുണ്ട്.